ഹായ്, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇത് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്റ്റ്, പുതിയതല്ല, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മൂന്നാറിലുള്ളൊരു പ്രൊജക്റ്റിന് കുറ്റിയടിക്കാനായിട്ട് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോഴാണ് ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് മൂന്നാറിൽ പോയിട്ട് കാര്യമില്ല, അവിടെ ഫുള്ള് മഴയായിട്ട് നമുക്ക് കുറ്റിയടിയും JCBയുടെ പരിപാടികളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ക്ലൈന്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ ക്ലൈന്റും തൃശ്ശൂരിൽ നിന്ന് വരണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ തോട്ടം നോക്കണ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, കാരണം വന്നിട്ട് കാര്യമില്ല, ഭയങ്കര മഴയാണ്. അപ്പോൾ മഴ കഴിയുമ്പോൾ എന്തായി കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊരു ലാൻഡ്സ്കേപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് JCBയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ മണ്ണ് ഒലിച്ചു പോയിടും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും JCB ഇറക്കിയിട്ട് അവിടെ കീറാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ മഴ കാരണം കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ അത് ക്യാൻസൽ ചെയ്തപ്പോഴാണ് ഞങ്ങൾ എന്നാൽ കോയമ്പത്തൂർ, കുറേ ദിവസമായി മനോട്ടം പറയണു കോയമ്പത്തൂർ പോകണമെന്ന്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയലുണ്ട്, നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ ഷീറ്റിൻ്റെ ആ സാധനം ഒന്ന് മാറ്റണം. അപ്പോൾ അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റണം. ഓൾറെഡി നമ്മളത് കുറച്ച് ഹെവിയാണ്. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ഷീറ്റാകുമ്പോൾ ഫിനിഷിങ്ങിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ പ്രാവശ്യം കോൺക്രീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു ഫൈനൽ ഫിനിഷ് കിട്ടണ പോലെ ആക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്, ഫണ്ടും ഇതിനൊക്കെ വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഡിലേ ആക്കണത്. അങ്ങനെ ഞങ്ങളെന്നാൽ കുട്ടിക്കാനം വഴി കുമിളി, കമ്പം, തേനി വഴി കോയമ്പത്തൂർ പോകാൻ തീരുമാനിച്ചു. അത് നമ്മൾ ഇതുവരെ പോവാത്തൊരു റൂട്ടാണ്, കാരണം അതിനെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പുറത്തെ റൂട്ടിൽ കൂടി ഇറങ്ങാറുണ്ട്. തമിഴ്നാട്ടിലേക്ക് ഈ ഇപ്പുറത്തെ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ റോഡിന് നമ്മൾ ആദ്യമായിട്ട് പോവാം. AVTയുടെ നിറച്ച് ചായത്തോട്ടങ്ങളാട്ടോ. ഈ AVTയുടെ ഫുൾ ഫോം, AVTയുടെ ഫുൾ ഫോം നമ്മൾ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് AVTയുടെ ഫുൾ ഫോം അറിഞ്ഞത്. AV തോമസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഞാൻ തന്നെ അത് ഇപ്പോഴാണ് കേട്ടോ അറിയണത്. ചെറുപ്പം മുതലേ വണ്ടിയിലും പാക്കറ്റുമിലും കാണാന്ന്. അപ്പൊ ഇങ്ങനെ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴാണ് പുതിയ അറിവുകൾ കിട്ടുക എന്ന് പറയുന്നത് ശരിയാണ്. ഭാവിയിലെ ആൾക്കാർക്ക് ലയന കൺസെഷന്റെ ഫുൾ ഫോം എന്താന്ന് മനസ്സിലാവട്ടെ അല്ലേ. കോയമ്പത്തൂർ മെറ്റീരിയൽസ് വാങ്ങാൻ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമായി പോകാൻ ശ്രമിക്കണം. അപ്പോൾ ഓരോ തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഞാൻ പെരിന്തൽമണ്ണ തന്നെ നമ്മൾ സ്ഥിരം എടുക്കുന്ന കടയിൽ നിന്ന് ലിഫ്റ്റ് എടുത്തു. അങ്ങനെ ഒരുപാട് മിഷനറീസ് ഒന്നും നമ്മൾ പുറത്ത് പോയിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ പെരിന്തൽമണ്ണ പ്ലാനിങ് ഒക്കെ കോയമ്പത്തൂർ പോയി എടുക്കണം എന്നാണ്. പക്ഷെ അതൊന്നും നടക്കാറില്ല. അങ്ങനെ ഇത് ക്യാൻസൽ ആയതും പിന്നെ കോയമ്പത്തൂർ പോവാന്നുള്ളതും കൂടി ആയപ്പോഴാണ് എന്നെ ഒരു ടീം, ഒരു ട്രസ്റ്റിന്റെ ഒരു ടീമാണ് എന്നെ ഒരുപാട് നാളായിട്ട് വിളിക്കുന്നത്. ഈ പൈപ്പ് എന്തിന്റെ അറിയണൊക്കെ, ഇതാണ് മുല്ലപ്പെരിയാറിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോണ പൈപ്പ്. നീ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞോ. അങ്ങനെ ട്രസ്റ്റിൻ്റെ ടീം കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോകുമ്പോൾ ഞാൻ അവരോട് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ അതിനൊരു ഇൻട്രസ്റ്റ് കൊടുത്തില്ല. കാരണം അവർക്ക് ഒരുപാട് വീടുകൾ ചെയ്യാനുള്ള ടീമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ ബുക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നും അതേപോലെ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വീടുകൾ ബുക്കിംഗ് ആയതുകൊണ്ടൊക്കെ ആയിട്ടാണ് ഞാൻ അതിന് വലിയൊരു താല്പര്യം കൊടുക്കാതിരുന്നത്. ഞാൻ മനോജിനോട് പോലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കോയമ്പത്തൂരിലേക്ക് നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ മനോജിനോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഒരു ടീം വിളിക്കുന്നുണ്ട്, നമുക്ക് പറ്റുകയാണെങ്കിൽ അവരെ ഒന്ന് കാണാമെന്ന് ഞാൻ മനോജിനോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ആ വഴിക്ക് പോണതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കോയമ്പത്തൂരാണെന്നുണ്ടെങ്കിൽ എനിക്കും പോകേണ്ടത് കോയമ്പത്തൂർ ഉക്കട തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മളവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ അവരെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എന്നോട്, നിങ്ങളപ്പോൾ എന്തായാലും നൈറ്റ് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണല്ലോ എത്തുക, അപ്പോൾ ഇനി എപ്പോഴെങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ മീറ്റ് ചെയ്യാം, ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളൊരു സ്റ്റേ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം, എന്നിട്ട് മാക്സിമം രാത്രി തന്നെ അവർ ഹോട്ടലിലോട്ട് വരാം, എന്നിട്ട് അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് വെച്ച് പിടിക്കുകയാണ് കോയമ്പത്തൂർക്ക്. അങ്ങനെ കോയമ്പത്തൂർക്ക് വെച്ച് പിടിക്കുന്ന സമയത്താണ് അമ്മു കണ്ട കോയമ്പത്തൂർ ഇങ്ങനെയല്ല. കാരണം അമ്മു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടുകാരത്തിയാണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് വെറും 15 20, അതായത് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടായി. ആ കാണുന്ന തമിഴ്നാട്ടിൽ ഇങ്ങനെയല്ല. അപ്പം അമ്മുവിൻ്റെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതെന്താ ഇവിടെ ഇത്ര പച്ചപ്പ്, അതായത് കേരളത്തിനേക്കാളും കൂടുതൽ പച്ചപ്പ്, ഇതെന്താന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അവളോട് പറഞ്ഞത്. അതിലാണ് ഞാൻ നേരത്തെ ആ പൈപ്പ് കാണിച്ചു തന്നത്. ആ പൈപ്പ് കണ്ടായിരുന്നില്ലേ ഈ? മുല്ലപ്പെരിയാറിന്ന് വരുന്ന വെള്ളത്തിൻ്റെയാണ് ഈ കാണുന്ന പച്ചപ്പും ഈ കിടക്കണ വെള്ളവും കംപ്ലീറ്റ്. ഇനി ഇത് തന്നെ നമ്മൾ ആ പൈപ്പ് നേരെ കേരളത്തേക്ക് എട്ടുന്നതെന്ന് ആലോചിച്ചോക്കെ. നേരെ വന്നിട്ട് കടലിലാണ് പോയേനെ. ഇത് അധ്വാനിക്കണ മക്കള്. അതും കൂടാണ്ട് ആ വണ്ടി പോണ കണ്ടോ, ബൈക്ക്, ഇത് ഞാൻ പറഞ്ഞെടുപ്പിച്ചതാട്ടോ. അതായത് ഈ ഒരു 2 ലൈൻ റോട്ടിൽ അവിടെയുള്ള ആൾക്കാർ ബൈക്ക് ഓടിക്കുന്നുണ്ട്, അന്തം വിട്ടുപോയി. അതായത് ആ മഞ്ഞവരേൻ്റെ അപ്പുറത്ത് കൂടെയാണ് അവരൊക്കെ ബൈക്ക് ഓടിക്കണത്.
നമ്മളെ നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ മധ്യഭാഗത്ത് കൂടെ ഓടിച്ച് അഥവാ നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ ബാക്കിൽ പോയി ഓൺ അടിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞ് 4 തെറിയും വിളിച്ച് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു ബൈക്ക് റോഡിൻ്റെ നടുക്കിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മൂന് പച്ചപ്പിന്റെ വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല. എനിക്ക് പച്ചപ്പുള്ള ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊള്ളാച്ചി വഴിയൊക്കെ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തം സീനറി ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു. തെങ്ങന്തോട്ടാണ് അത്രയും ലൈനായിട്ട്. നീ നോക്കി നോക്കും, നമ്മളെ കേരളത്തിൽ ഇതേപോലത്തെ ലൈനുള്ള തെങ്ങന്തോട്ടം ഉണ്ടെന്ന് ചോദിച്ചാലും കൂടി എനിക്കറിയില്ല. നമ്മൾ മലയാളീസ് പറയും മലയാളി പ്രബുദ്ധനാണ്, അതായത് വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസം കൂടുതലുണ്ട് എന്നുള്ള മലയാളിയുടെ തോന്നലുകൊണ്ടാണ് നമ്മളെ ഈ നാട് ഇത്രയും അതപ്പതിച്ച് പോയത്. അതായത് ഒരു പണി എടുക്കില്ല. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് പറയാനല്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ബിസിനസ് ഇന്നിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണ സാധനം തന്നെ, അതായത് ഞാനിപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയും, നമ്മൾ മേടിക്കാൻ പോണത് നമ്മളെ സ്ട്രെച്ചർ ഷീറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഷീറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കണം എന്ന് എനിക്കറിയോ? മുട്ടായിൻ്റെ തോല് കൊണ്ട്, അതായത് സ്ക്രാപ്പ് കൊണ്ട്. നേരെ മറിച്ച് അത് കേരളത്തിലാണ് ഒരുത്തിന് ആ സംരംഭം തുടങ്ങിയിട്ടുള്ള അവസ്ഥ എന്താ? കേരളത്തിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ട് വിജയിച്ചതായിട്ട് അറിയാൻ പറ്റുമോ? ഒന്നുമില്ല. ഇത് നോക്കി നോക്കുക, നമ്മളീ നാട്ടിൽ എത്ര നിലങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാം ക്ലീൻ ആണ് കേട്ടോ. അവര് ഒരു പുല്ല് പോലും വരാതെ അതിനെല്ലാം വൃത്തിയാക്കി. നമ്മളെ നാട്ടില് തൊട്ടടുത്ത വീടുകളെല്ലാം ഫുള്ള് പൊന്ത കെട്ടി നല്ല ക്ലിയർ കച്ചറി. നമ്മളെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ആളോട് ആ കച്ചറ വെട്ടാൻ പറഞ്ഞാൽ തന്നെ അവര് നമ്മളോട് മേക്കെട്ട് കയറും. ഇനി എന്തായാലും കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ഞങ്ങള് അവര് തന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിന്റെ പേര് വെൽക്കം ഹോട്ടലാണ്. ഞങ്ങൾ ഇത്ര വലിയൊരു ഹോട്ടലാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടെ വന്ന് പറയപ്പോ അല്ല, നമ്മളത് പ്രതീക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേക്ക് ഇപ്പോൾ 10,000 രൂപ ചിലവാക്കിയിട്ട് ഞാൻ ഇപ്പോൾ എന്തായാലും സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വൈകുന്നേരം പോകണു, കടന്നുറങ്ങണു, രാവിലെ നീക്കണു, അവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 1 ഡേ താമസിക്കാനായിട്ട് ഇപ്പോൾ ഒരു 10,000 ഉറുപ്പ്യം, ഇപ്പോൾ അതായത് നമുക്ക് വൈകുന്നേരം ഭക്ഷണത്തിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ആ ഹോട്ടൽ സ്റ്റേക്കും പാടെ ടോട്ടൽ ബില്ല് വന്നത് 10,000 രൂപയാണ്. 10,000 രൂപയ്ക്ക് കുറച്ച് പൈസ കമ്മിയുള്ളൂ. 9,000 സംതിങ് എന്തോ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ബില്ല് പറയാൻ കാരണം അവിടെ അഡ്രസ്സ് എൻ്റെ കൊടുത്തതുകൊണ്ട്, എൻ്റെ ഇമെയിൽ ID കൊടുത്തതുകൊണ്ട് ബില്ല് എനിക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇത്ര കറക്റ്റായിട്ട് അതിൻ്റെ ബില്ല് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഹോട്ടലിൽ എത്തിയത്. ഇത് ഞങ്ങൾ പോരുന്ന സമയത്ത് രാവിലെ അമ്മ എടുത്ത വീഡിയോ ആണ്. പിന്നെ രാത്രി ഡിന്നർ ടൈമിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് വീഡിയോയിൽ നിൽക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണ് പിന്നെ അത് ഞങ്ങൾ മീറ്റിങ്ങിൽ എന്താ ഉണ്ടായിച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടത് ഏകദേശം 120 വീടുകളാണ്. അതായത് 650 സ്ക്വയർ ഫീറ്റുള്ള 120 വീട്, അതും തമിഴ്നാട്ടിൽ പല പല സ്ഥലങ്ങളിലായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. കാരണം അവർക്ക് ഓരോ ഏരിയകളിൽ വെച്ചിട്ട് ഇത്ര വീട് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഞാനായിട്ട് ഞങ്ങൾ സംസാരിച്ചു അവരോട്. അവർക്ക് ഞങ്ങളെ വർക്കും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കതെന്തായാലും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. കാരണം എനിക്കിതിനെക്കുറിച്ചിട്ട് മുന്നേ അറിവുണ്ടായിരുന്നില്ല. അമ്മൂനോടാണ് ഓൾറെഡി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര വീടുകളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവൾ അവോയ്ഡ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ഇനി പ്രൊജക്റ്റുകളൊന്നും എടുക്കണില്ല എന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവൾ എന്നോട് പറയാത്തത്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ പുറത്ത് നമുക്ക് പ്രൊജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടൈമിങ്ങും അതേപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന വർക്കുകളൊന്നും നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 വീട്, അതും അവർക്ക് ഒരു ഇതുണ്ടായിരിക്കില്ല. അവർ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ഏൽപ്പിച്ച് തരിക ചെയ്യുക. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിരിക്കണ അടുത്ത വർഷം 6-ാം മാസം വരെ ഓൾറെഡി ഞങ്ങൾ വർക്ക് ബുക്കിംഗ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വർക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവിടെയും നോക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഈ സംരംഭം ഒരിക്കലും മുന്നോട്ട് പോവില്ല. അപ്പോൾ പല ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട്, ഇതിന് ആൾക്കാരെ നിങ്ങൾക്ക് കൂട്ടിക്കൂടെ അവിടുന്ന് ഇത് ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. പറയാൻ വളരെ ഈസിയാണ്. നമ്മളൊരു സംരംഭം കെട്ടിപ്പടുത്ത് വരുന്ന സമയത്ത് നമ്മളെ വർക്ക്, അതായത് എൻ്റെ ഈ ഐഡിയാസിൽ ഞാൻ ചെയ്യണ വർക്ക് ഞാൻ തന്നെ കറക്റ്റായിട്ട് നോക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തകരുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് കറക്റ്റായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്ത പോലെ പ്രോഗ്രാം ചെയ്ത പോലെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും ടൈം എടുക്കും അല്ലേ? ഇപ്പം തന്നെ നമ്മൾ ഓടി എത്തിയിട്ട് പല കാര്യങ്ങളും പലയിടത്തും നടക്കണില്ലല്ലോ. വർക്കേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞങ്ങൾ തുടക്കകാലത്ത് ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട്, അതായത് ഞാനൊക്കെ പേടിച്ചിട്ടാണ്. എൻ്റെ അമ്മു എന്നെ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്യാനും കൂടി സമ്മതിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ? കാരണം എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്, നല്ലൊരു സാലറി.
ഈ ഫാമിലി അടക്കം അക്കോമഡേഷനും എല്ലാ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഗൾഫിൽ 10-19 വർഷം, അതിൽ 18 വർഷം തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് ആ ജോലി നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആർക്കായാലും പേടിയുണ്ടാവും. പിന്നെ നമ്മളെ നാടല്ലേ, ഇതിൻ്റെ മുന്നൊരു വട്ടം ബിസിനസ് തുടങ്ങിയിട്ട് 12 നിലയിൽ പൊട്ടിയിട്ട് വീണ്ടും തിരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി വരരുത് വെച്ചിട്ടാണ് അവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ തുടക്ക സമയത്തൊന്നും നമുക്ക് ഇതേപോലത്തെ ഒരു സപ്പോർട്ടൊന്നും ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പല ആൾക്കാർക്കും നമ്മളെ ഭയങ്കര ട്രസ്റ്റാണ് അല്ലേ. എത്ര പ്രൊജക്റ്റുകൾ നമ്മൾ ക്ലയൻറ്റിനെ കാണാണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ള എത്ര ആൾക്കാർ നമ്മളെ പ്രൊജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതേവരെ കണ്ടിട്ടില്ല. അവർ നമ്മളെ വീഡിയോയിൽ കാണൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും അവരോട് ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സാഹചര്യം, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല. അവർക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, എല്ലാവരും റെഡിയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ, അതായത് ഇത്രയൊരു വലിയ റിസ്ക് ഇപ്പം ഞാൻ ഇത്രയും പ്രൊജക്റ്റ് ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്നെ കൊണ്ട് ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റില്ല. അവരെന്തായാലും റീതിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റീതിങ്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അതിന് പറ്റിയ ടീമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ വന്ന ആവശ്യം ഇതായിരുന്നു. മറ്റേത് ഞാൻ പോണ സമയത്ത് അമ്മ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. കാരണം ഞാൻ ഇവരോട് ഓൾറെഡി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കാണ്ട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേസ്റ്റിൽ നിന്ന്, അതായത് മുട്ടായിയുടെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കണ ഒരു ഷീറ്റ്. ആ ഷീറ്റാവും നമ്മൾ സ്ട്രക്ചറിന് ഉപയോഗിക്കാൻ പോണത്. ഇതല്ല കേട്ടോ, ഇതൊക്കെ സിംഗിൾസും ഇതവർ പല പല പ്രൊഡക്റ്റുകളാണ്. അവരെല്ലാ സാധനത്തിൻ്റെ സാമ്പിളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൻ്റെ അടുത്താണോ, ഏകദേശം അടുത്ത്, ആ ഹോട്ടലിൽ നിന്ന് ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവരോട് ഇത് ഓർഡർ ചെയ്ത് നമ്മൾ നേരെ, സത്യം പറഞ്ഞാൽ ഈ ഉക്കടം ടൗണിലേക്ക് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ പോയത്. നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇതിൻ്റെ മുകളിൽ മറ്റേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇതേവരെ കയറിയിട്ടില്ല. ആകെ കൺഫ്യൂസാണ് അവിടെ മൊത്തം റോഡുകൾ. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഞങ്ങളവിടെ പർച്ചേസ് ഓർഡറും കൊടുത്തിട്ട് പോകുന്നു. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ 3-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റിൽ നമ്മളെ സ്ഥാപനത്തിൽ മെറ്റീരിയൽസ് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ഈ ഷീറ്റ് റെഡിയാക്കലാണ് ഇനി അടുത്ത, അതായത് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു തലവേദന വരാറെന്ന് അറിയില്ലേ. ഇനി എനിക്ക് റെനീമിനും ഇത് കഴിയുന്നവരെ അതിൻ്റെ ടെൻഷൻസാണ്. ഈ ഫാക്ടറിയിൽ വെച്ചിട്ടാണ് നമ്മളെ വീടുകൾക്കുള്ള എല്ലാ കട്ടിലും ജനലുകളും നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് അവർ പറഞ്ഞ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സ്ട്രക്ചറിനുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ എനിക്കും അമ്മൂനും ഓടി എത്താൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി 4 വീട് വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മേടിച്ചിട്ടിരിക്കുന്നത് എത്ര വീടിനുണ്ടാവും എന്നറിയോ? ചുരുങ്ങിയത് ഒരു 5 വീട് കൂടി അഡീഷണൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മൾക്ക് ഓടി എത്താൻ പറ്റാത്തടത്ത് വെറുതെ കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടിട്ട് നടക്കില്ല എന്നുള്ളത് 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട്